ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേട്ട ഒരു സോങ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അല്ലെ? അത്രേ ഉള്ളൂ ആ വരികള്. അതിൽ നമ്മൾ കേട്ട ആ വരികളേ ഉള്ളൂ. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാത്തോ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മാവു വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ. വിശ്രുതമയൽ പ്രഭുഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ. കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. ഉള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ. കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൾ കുടുംബിനി. അരിയുണ്ടെന്നാലങ്ങോരന്തരിക്കുകില്ലല്ലോ, അരിയുണ്ടെന്നാലങ്ങോരന്തരിക്കുകില്ലല്ലോ. ഓക്കെ, അത്രേ ലൈൻസ് ഉള്ളൂ അല്ലേ മക്കളെ? ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഒന്നുകൂടി കാണണോ? അല്ല, കേൾക്കണോ? യെസ്, ഓക്കെ ഓക്കെ, എനക്കും കുഴപ്പമില്ല. ശ്രീധര മേനോൻ ഈ സംഗീതാനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു DC ബുക്സ്. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാത്തോ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മാവു വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ. വിശ്രുതമയൽ പ്രഭുഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ. ടെക്സ്റ്റ് ശ്രദ്ധിക്കണേ, വരികള്. കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൾ കുടുംബിനി. അരിയുണ്ടെന്നാലങ്ങോരന്തരിക്കുകില്ലല്ലോ, അരിയുണ്ടെന്നാലങ്ങോരന്തരിക്കുകില്ലല്ലോ. ഓക്കെ, വല്ലാത്തൊരു ഫീൽ അല്ലേ പാട്ടിന്? മിസ് എന്തോ എന്ത് ചെയ്യേണ്ടിയായിരുന്നു അല്ലേ? ശ്രീദേവ് പറയുന്നത്
ഓക്കെ. അപ്പൊ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ അരി ഇല്ലാഞ്ഞിട്ട് എന്ന കവിതയായിരുന്നു നമ്മൾ കേട്ടത് ഇപ്പൊ, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാരും ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അല്ലാത്ത പാട്ട് പാടുന്ന ഫീലിങ്ങിലായിരുന്നു ഇരുന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? അപ്പാവം ജീവിച്ച നാൾ അവനെ തുണയ്ക്കാത്തോ. അപ്പാവം ആ പാവം, ആ സാധു മനുഷ്യൻ ജീവിച്ച നാള്, അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ തുണയ്ക്കാത്തോർ എന്ത്? തത് പ്രാണൻ, അവന്റെ, അദ്ദേഹത്തിന്റെ, തത് അവന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ, പ്രാണൻ ജീവൻ, ജീവൻ എടുത്തപ്പോൾ എന്തായി? താങ്ങുവാൻ മുതിർന്നെത്തി. താങ്ങുക, സഹായിക്കുക, അല്ലെ? സഹായിക്കുവാൻ മുതിർന്നെത്തി. പെരിയോർകൾ, ഈ പെരിയോർകൾ, പെരിയോർകളെ പോലെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. വലിയവര് അല്ലേ? വലിയവർ, അതായത് സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉള്ളത്, അല്ലേ? പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ. ഈ ഭൂമിയിൽ എങ്ങനെയാ ചെറിയോർകൾ, ചെറിയവർ എന്താണ്? മരണത്തിന് ശേഷം ആണ് മാലോകർക്ക് ഇഷ്ടം, അല്ലെ? മരണത്തിന് ശേഷം തന്നെയാണ് നമ്മൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഓടിപ്പോകുന്നത്. മരിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായിരുന്നാലും അവർക്കൊരു ഹെൽപ്പ് ചെയ്തിരുന്നില്ലെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോവും, അല്ലെ? അവരെ ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോവും. മാവ് വെട്ടുന്നു ചിലർ, നെക്സ്റ്റ് എന്താ? വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ. അല്ലെ? എന്താണ്? ചിലര് മാവ് വെട്ടുന്നുണ്ട്. എന്തിനാ? അവരെ സംസ്കരിക്കാൻ വേണ്ടി, അല്ലേ? ആ മാവ് മരം മുറിച്ചിട്ട് ചിലവര് അങ്ങനെ തന്നെ, ഞങ്ങള് ചില ഇതില് എങ്ങനെയാ പെട്ടിയിലെല്ലാം ഇറക്കി അങ്ങ് താക്കുന്ന സമ്പ്രദായം ഉണ്ട്, അല്ലെ? ചിലവരെങ്ങനെയാ കത്തിക്കും ശവശരീരം, അല്ലെ? ഓക്കെ, അങ്ങനെ ഇപ്പൊ മാവ് വെട്ടുന്നുണ്ട്, വേലിയൊക്കെ തട്ടി ഭംഗിയാക്കുന്നുണ്ട്. പിന്നെയോ ആവതും വിധവയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചിലര്, അല്ലെ? എങ്ങനെ? ആവതും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാര്യക്ക് വിധവ പറഞ്ഞാൽ ഭർത്താവ് മരിച്ച ഭാര്യനെ പറയുക, അല്ലെ? വിധവാണ്, ഭർത്താവില്ലാത്ത. അപ്പോ ആ വിധവയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആവതും, എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ആവതും തന്നാലാവുന്ന വിധത്തിൽ എന്ന് പറഞ്ഞേ. സങ്കടം ഉണ്ടാവുമോ മരിച്ചു കഴിഞ്ഞാല്? ഭർത്താവ് മരിച്ച ഭാര്യക്ക് ഉണ്ടാവും, അല്ലെ? അതുകൊണ്ടാ പറഞ്ഞത് ആവതും, ആവുന്ന പോലെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലെ? ആവതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ. വിശ്രുതമയൽ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. കച്ച, എന്താ ഈ കച്ച? കച്ച എന്ന് പറയുമ്പോ നിങ്ങക്ക് എന്താ തോന്നേ? വസ്ത്രം തോന്നുന്നുണ്ടാ? പട്ടൊക്കെ ഇടാറുണ്ട് അല്ലെ മരിച്ചു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാവോ? റീത്ത് വെക്കുന്നവരുണ്ടാവും, അല്ലെ? പട്ട്, ഒരു ചുവന്ന കളറിലുള്ള ഒരു സാധനം വാങ്ങി വിടാറുണ്ട് ചിലർ. മരിക്കുന്നവരുടെ ദേഹത്ത് ഇരിക്കുന്നതാണോ? എങ്ങനെ? മരിക്കുന്നവരുടെ ദേഹത്ത് ഇരിക്കുന്നതാണോ? അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോ കര എന്ന് പറഞ്ഞാൽ എന്താണ്? കര എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിനൊരു കര ഉണ്ടാവും, അല്ലേ? കണ്ടിട്ടുണ്ട് നിങ്ങള്? വസ്ത്രത്തിന് ഇപ്പൊ മുണ്ടിന് കര എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ പറയാറുണ്ടാവോ? എനിക്കറിയില്ല. പിന്നെ കര എന്ന് പറഞ്ഞാൽ കടലിന്റെ തീരത്തിനെയും പറയുന്നുണ്ട്, അല്ലേ നമ്മള്? അതായത് കടലല്ലാത്ത പ്രദേശം, വെള്ളമില്ലാത്ത പ്രദേശത്തിന് നമ്മൾ എന്ത് പറയും? ജലാശയങ്ങളോടുള്ള അടുത്ത പ്രദേശം നമ്മൾ എന്ത് പറയും? കര, കടൽക്കര, അല്ലെ? കുളക്കര എന്നൊക്കെ പറയാറുണ്ട്. ആരർത്ഥത്തിലല്ല, ഇവിടെ കര എന്ന് പറയുന്നത് ഇവിടെ ഈ വസ്ത്രത്തിന്റെയാണ് പറഞ്ഞത്. പിന്നെ കച്ച വാങ്ങാനുള്ള, നെയ്തുണ്ടാക്കുന്ന വസ്ത്രത്തിനൊക്കെ പറയും കച്ചാണ്. വസ്ത്രം, ശവം വസ്ത്രമാക്കി തുണി കൊണ്ട് മൂടി നിലത്ത് കിടത്തി ചുറ്റും ഉണക്കലരിവാവുന്നല്ലാണ്, അല്ലെ? ശവത്തിന് ശവം കൊണ്ടുവച്ച് കഴിഞ്ഞാടും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടാവും ചില വീടുകളിൽ, അല്ലെ? തിരിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? തേങ്ങയൊക്കെ മുറിച്ച് ഇങ്ങനെ മലത്തി വെച്ചിട്ട് അതില് തിരി കത്തിച്ചിട്ടെല്ലാം വെച്ചിട്ട് കാണാം മരിച്ച വീട്ടിൽ, അല്ലെ? ഓക്കെ, എനക്കും അതിന്റെ ശാസ്ത്രം ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോ കച്ച വാങ്ങാനുള്ള പണമൊക്കെ ആയി എന്ന് പറഞ്ഞു, അല്ലെ? പിന്നെന്താ പറയുന്നത്? ഇപ്പൊ കച്ച, അതാണ് ഉദ്ദേശിക്കുന്നത്. കച്ച വാങ്ങുവാനുള്ള കാശും ഒക്കെ എത്തിച്ചേർന്നു അപ്പോഴേ, അല്ലെ? പിന്നെന്താ പറഞ്ഞേ? മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ. അകത്തെത്തി ഒരാള് പറഞ്ഞു, എന്ത്? മൂത്തൊരു കരക്കാരൻ എന്ന് പറയുമ്പോ ആ കരയിലുള്ള ഒരു മൂത്ത ആരെങ്കിലും ആയിരിക്കും, അല്ലെ? അദ്ദേഹം പറഞ്ഞു, എന്ത്? തിരക്കിട്ടിട്ട് അകത്തെത്തി
ഇപ്പൊ ഇതൊക്കെ മരിച്ചെല്ലാം കഴിഞ്ഞ് അവരെ സംസ്കരിക്കാനുള്ള സമയമൊക്കെ ആവുന്ന സമയത്തോ എന്തോ മറ്റോ ആയിരിക്കാം, തിരക്കായ അകത്തെത്തി പെണ്ണിനോട്, ആരാ ഈ പെണ്ണ്? ആ ഭാര്യനെയാണ് ഉദ്ദേശിക്കുന്നത്, പെണ്ണ് അല്ലെ. അപ്പോ പെണ്ണിനോട് ഏവം ചൊന്നാൻ, ഇപ്രകാരം. ഏവം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇപ്രകാരം ചൊന്നു. എന്ത് ചൊല്ലുക? എന്താണ് ചൊന്നാന്ന് പറഞ്ഞാൽ പറയുക അല്ലെ, പറഞ്ഞു എന്നർത്ഥം. എന്താ പറഞ്ഞേ? കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. അപ്പോ കണക്കായിട്ട് ഞങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, മനുഷ്യര് സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? നിലത്തെന്നാൽ എന്ത്? ഉണക്കലരി. ഉണക്കലരി പറഞ്ഞ എന്താണ്? അരി അറിയില്ലേ? പുഴുക്കലരി. ഓക്കെ, ഉണക്കലരി വേണം അല്പം നിലത്ത് തൂവാൻ, ചുറ്റും തൂവാൻ എന്ന് പറഞ്ഞു. അപ്പൊ മരണ സംസ്കാര സമയത്ത് അങ്ങനെയൊക്കെ വേണ്ടി വരും അല്ലെ. എന്തൊക്കെയോ കാണാറുണ്ട്, മിസ്സിനും കൃത്യമായിട്ടൊന്നും അതൊന്നും അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഉണക്കലരി വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? കരയുന്നതിനിടെ കോതിനാൽ ഓതുക. എന്താ അർത്ഥം ഓതുക? ഓതുക പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? പറയുക. ഓതുക, പറയുക. കരയുന്നതിനിടയ്ക്ക് ആര്? അദ്ദേഹത്തിന്റെ ഭാര്യ കരയുന്നതിനിടയ്ക്ക് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഓതിനാൽ കുടുംബിനി. കുടുംബിനി പറഞ്ഞ കുടുംബത്തിലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെ, കുടുംബിനി. ആ കുടുംബത്തിലെ ഗൃഹനാഥ പറഞ്ഞു. എന്ത് പറഞ്ഞു? കരയുന്നതിനിടക്കാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ല. അന്തരിക്കുക പറഞ്ഞ എന്താ അർത്ഥം? അന്തരിക്കുക, മരിക്കുകയില്ല. ഓക്കെ, മരിക്കുക. അരിയുണ്ട് എന്നാൽ അരി രണ്ടു തരത്തിൽ ഉദ്ദേശിക്കാറുണ്ട്. ഒന്ന് അരിയുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. പിന്നെ അരി എത്തുക എന്നൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? അവന്റെ അരി എത്തിയിട്ടുണ്ട് എന്നല്ല ഞാനും കേട്ടിട്ടുണ്ട്, പഴയ എന്തോ വർത്താനാണ് കേട്ടോ. അപ്പൊ അരി എത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ കഴിച്ച ഭക്ഷണം എത്തി, അതായത് നമുക്ക് ഈ ജീവിതത്തിൽ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, അപ്പൊ നമ്മളെ മരണം അടുത്തു എന്നർത്ഥത്തില് അങ്ങനെ പറയാറുണ്ട്, അരി എത്തുക എന്ന്. ആ ഒരു ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞാൽ അരിയുണ്ടെന്നാൽ അങ്ങോട്ട് അന്തരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഒരു മരണ വീടിന്റെ പശ്ചാത്തലമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഭർത്താവ് മരിച്ചു. അപ്പോ ആ പാവം എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹായിക്കാത്തവരൊക്കെ മരിച്ച സമയത്താണ് ഓടിയെത്തുക എന്ന് പറഞ്ഞു അല്ലെ. ആ പാവം ജീവിച്ച സമയത്ത് തുണയ്ക്കാതെ സഹായിക്കാത്തവരൊക്കെ ആ സമയത്ത് എത്തി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ അരിയില്ലാഞ്ഞിട്ട് എന്ന ഈ കവിതയില് ഒരു മരണ വീടിന്റെ പശ്ചാത്തലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏകദേശം നിങ്ങൾക്കത് മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടി വായിക്കാം. അപ്പാവം ജീവിച്ച നാൾ അവനെ തുണയ്ക്കാത്തോർ തത്പ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മാവു വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പൂ ചിലർ. വിശ്രുതമയൽ പ്രഭുഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചെന്നാൻ. കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നില തെന്നാൽ ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൽ കുടുംബിനി അരിയുണ്ടെന്നാലങ്ങോരന്തരിക്കുകയില്ലല്ലോ. ഓക്കെ, അത്രയാണ് വരികള്. അപ്പൊ ഇനി നിങ്ങൾ പാടുക. ഞാൻ മിസ് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാ അത് പാടേണ്ടത്. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വയലാപ്പള്ളിയുടെ അരിയില്ലഞ്ഞിട്ട് എന്നൊരു നല്ലൊരു കവിതയാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത്. അപ്പൊ ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കവിതകൾ തമാശയാക്കിയിട്ടല്ല കേട്ടോ മിസ് പറയുന്നത്. മലയാളത്തിൽ ഒരുപാട് ഇതുപോലത്തെ വരികളുണ്ട്, നല്ല നമുക്ക് കേട്ടാലും മതി വരാത്ത കുറെ വരികൾ അല്ലെ. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സിനിമ ഗാനും അതൊക്കെ കേൾക്കുന്നില്ലേ, അതേപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കുറെ കവിതകൾ കേൾക്കുക. വൈലോപ്പിള്ളിയുടേത് ഒരുപാട് ഇതുപോലെ നിങ്ങൾക്ക് ഫീല് കിട്ടുന്ന കവിതകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് മാമ്പഴം എന്ന് പറഞ്ഞ ഒരു കവിത കേൾക്കണം നിങ്ങൾ. ഒരു കുട്ടിയുടേതാണിത്.
അപ്പോ മരിച്ചു പോകുന്ന ഒരു കുട്ടിയുടെ തന്നെയാണ് ആ അമ്മ ഓർക്കുന്നതായിട്ടാണ് ആ കവിത, മാമ്പഴം എന്ന് പറഞ്ഞ കവിത. ഓക്കെ, ഒന്ന് കേട്ട് നോക്കണം എങ്ങനെയുണ്ട് കേട്ടോ. മിസ് ഒരു ദിവസം കേൾപ്പിക്കുക ഇതുപോലെ. ഇപ്പോ നല്ല സുഖമുള്ള ഒരു കവിതയാണ് അത്. ഇതേപോലെ വൈലോപ്പിള്ളിയുടെ എല്ലാ വരികളും ഒട്ടുമിക്കാലും എനിക്ക് നല്ല ഇഷ്ടമുള്ളവയാണേ. അപ്പൊ നിങ്ങളൊന്ന് കേട്ട് നോക്കണം എങ്ങനെയുണ്ട്. നിങ്ങൾക്ക് മത്സരങ്ങളിലൊക്കെ കവിതയൊക്കെ ചൊല്ലാം. ഇത് കേട്ട് കേട്ട് കേട്ടാവുമ്പോൾ നിങ്ങൾക്ക് ബൈഹാട്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ നല്ലൊരു വരിയാണ് ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒന്ന് ആരെങ്കിലും ഒരാൾ പാടിയത് ആരാ? ഒന്ന് പാടുന്നേ, അരിയില്ലാഞ്ഞിട്ട് എന്ന ഈ കവിത. ഷോൺ. ഓക്കെ, വെരി ഗുഡ്. ഷോണിന്റെ ആ ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. പാടിക്കോ ഷോണ്. ഓക്കെ. പാഠം 4. അരിയില്ലാഞ്ഞിട്ട്. അപ്പാവം ജീവിച്ച നാളവനെ തുണിക്കാത്തോൾ തത്പ്രാണത്തേടുന്നപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർക്കളെ പോലെ ചെറിയോർക്കളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോർക്കിഷ്ടം ചേർപ്പു. മാവു വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആപതും വിധവയെ ആശ്വസിപ്പിക്കൂ ചിലർ. വിശ്രുമത് പ്രഭു പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കാതെത്തി പെണ്ണിനോടേവം ചൊല്ലാൻ. കണക്കായെല്ലാം ഞങ്ങളിറക്കി നീല എന്നാലുണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിട ഇടയ്ക്കോതിനാൽ കുടുംബനി അരിയുണ്ടെന്നാലോ മോരന്തരിക്കുകയില്ലല്ലോ. അന്തരിക്കുക, മരിക്കുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ശ്രീദേവ് നല്ലോണം അഭിനയിക്കുന്നൊക്കെ കണ്ടു ഞാനിപ്പോ. ശ്രീദേവാണ് അടുത്ത പാടുന്നേ. ശ്രീദേവേ, ശ്രീദേവ് പാടിക്കോ അടുത്ത. ഇവരെല്ലാം തോൽപ്പിക്കണം, വേഗം പാടും. ആൻമരിയ പോയില്ല. പാടാനൊന്നും അറിയത്തില്ല. പാടണ്ട, നീ ഞാനീ പറഞ്ഞിട്ടാണോ പാടിയത്? ആ നമ്മള് കേട്ട പാട്ട്. ശ്രീദേവിന് യൂട്യൂബ് ചാനൽ ഉണ്ട് മിസ്. നന്നായിട്ട് യൂട്യൂബ് ചാനലിൽ പാട്ട് പാടുന്നയാ. ആര്? ശ്രീദേവിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ അവന്റെ അനിയത്തി നന്നായിട്ട് പാടുന്നയാ. അല്ല ശ്രീദേവ് ശ്രേയോട് ചോദിച്ചാ മതി. ഓക്കെ ശ്രീദേവ്, നിങ്ങളുടെ കഴിവുകൾ ഇങ്ങനെയല്ലേ നമ്മൾ അറിയൂ. നിങ്ങൾ മാക്സ് നമുക്കിതാ ഒരുപാട് ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ വരണം. നിങ്ങളുടെ കഴിവുകൾ മിസ് അറിയട്ടല്ലേ. ഞാൻ ഗിറ്റാർ വായിക്കും, അത് സത്യമാണ്. അപ്പൊ എന്നിട്ട് നമുക്കിനിയിപ്പോ അസംബ്ലി ഒക്കെ നടത്താനുണ്ട്. അപ്പൊ നിങ്ങളുടെ പലവിധ കഴിവുകൾ അറിഞ്ഞാലേ നമുക്ക് ഓരോന്നും നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നല്ല കുട്ടികൾ. നിങ്ങളുടെ കഴിവ് മിസ് അന്ന് ഡിബേറ്റിന് മനസ്സിലാക്കി കുറെ പേരുടെ കഴിവുകൾ. ഇലക്ഷൻ ഡിബേറ്റിന് എന്തായിരുന്നു സ്മാർട്ട് എന്നറിയോ? അപ്പൊ എല്ലാവരും ഇതുപോലെ എല്ലാ മത്സരങ്ങൾക്കും കൂടുക. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മക്ക് അറിയില്ല നിങ്ങൾക്ക് എത്ര പേരെ കഴിവില്ല. അതുപോലെ നമ്മളും ഇത് കേട്ടാൽ നല്ലതല്ലേ. നിങ്ങളുടെ അമ്മയെ പോലെ തന്നെയല്ലേ മിസ്സും. അപ്പൊ നിങ്ങള് എന്താണ്, നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് എന്തിനാ പേടി വേണ്ടത്? ഇപ്പൊ നമ്മൾ ആകെ എത്ര പേരുണ്ട്? 4 3 7. ഞാൻ കൂടാതെ നിങ്ങൾ 7 പേരാണുള്ളത് ഇവിടെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ആരാണ് ആബ്സെന്റ്? അലൻ. ഓക്കെ, അപ്പോ ഇത്ര പോരെ ആളുടെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തകർപ്പം പെർഫോം ചെയ്ത് കാണിക്കുക. അല്ലേ എനിക്ക് എതിലേക്കെങ്കിലും നിങ്ങളെ പ്രിഫർ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഒരുപാട് ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ അസംബ്ലി ചെയ്യുമ്പോ ആരൊക്കെയാണ് ആങ്കർ ആയിട്ട് വെക്കുക, ആരൊക്കെയാണ് വേറെ ഏതെങ്കിലും പെർഫോമൻസ് വെക്കണം എന്നൊക്കെ തീരുമാനിക്കണ്ടേ? ഓക്കെ, ആരാണെന്ന് പാടുന്നേ? ധൈര്യത്തിൽ കൈവന്നിച്ചേ. ആരാണ് ഇപ്പൊ ഈ അരിയില്ലാഞ്ഞിട്ട് നിന്നത്? യെസ്, വെരി ഗുഡ്. ആൻമരിയ പാടിക്കോ.
എല്ലാരും ഉഷാറാവുന്നു. അപ്പാവൻ ജീവിച്ച നാളവനെ തുണയ്ക്കാത്തോർ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിന് ശേഷം മാലോകർക്ക് ഇഷ്ടം ചേർപ്പു. മാവ് വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പു ചിലർ. വിശ്രുതമയിൽ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ചു വാങ്ങുവാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവൻ ചൊന്നാൻ, കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൻ കുടുംബിനി, അരിയുണ്ടെന്നാൽ അങ്ങോര് അന്തരിക്കുകയില്ലല്ലോ. ഓക്കെ, ഇത്രേ വരികളുള്ളൂ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ ഇനി പാടുന്നേ? യെസ്, ശ്രീദേവ്. ശ്രീദേവ് പാടിക്കോ. ശ്രീദേവേ, ശ്രീദേവ് അന്ന് ഒരു കാര്യം പറയാനുണ്ട് ശ്രീദേവിനോട്. അന്ന് ന്യൂസ് പേപ്പറിൽ റീഡിങ് കേട്ടു കേട്ടോ. ശ്രീദേവെ ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. വെരി ഗുഡ്. അതിനുശേഷം ഒന്ന് പറയാൻ പറ്റില്ല ശ്രീദേവിനോട്. പാടിക്കോ. മലയാളം അത്ര ഇത് പോരാ, ഞാൻ ഇംഗ്ലീഷാണ് എനിക്ക്. അതെ അല്ലേ, മലയാളം അത്രയൊന്നും പോരാ അല്ലേ? നമുക്ക് അല്ല മിച്ച, അന്ന് സ്പീച്ച് പറയുന്ന സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത മലയാളം പൊളിയായിട്ട് വായിക്കുന്നു. മലയാളം അല്ലെ, അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടില്ല അതിനകത്തതേ അല്ലേ, ഇപ്പോഴത്തെ നമ്മുടെ ഈ വർഷത്തെ. അപ്പൊ ഇനി അടുത്തടുത്ത ഓരോ അസംബ്ലിയിൽ നിങ്ങൾ എമ്മാതിരി ആയിരിക്കും നമുക്ക് തന്നെ എന്താണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നല്ലതുപോലെ വായിച്ചോളൂ. ഓക്കെ, പാടിക്കോ. അരിയില്ലാഞ്ഞിട്ട് അപ്പാവം ജീവിച്ച നാളവനെ തുണയാക്കാത്തോർ പ്രാണൻ എടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർക്കളും മണ്ണിൽ മരണത്തിനു ശേഷം മല്ലോർക്കിഷ്ടം ചേർപ്പു. മാവ് വെട്ടുന്ന ചിലർ, വേലി തട്ടുന്ന ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിച്ചു ചിലർ. വിശ്രമയൽ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ചവാങ്ങാനുള്ള കാശുമേ ഇങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായതെത്തി പെണ്ണിനോടൊന്ന് ചൊന്നാൻ, കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെണ്ണാൻ ഉണക്കലരി വേണമിത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിട്ട് യോഗിനാൽ കുടുംബിനി അരയുമെന്നാലെങ്ങോ അന്തരിക്കുകയില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തതാരാ? യെസ്, ഇജാസ്. ഇജാസ് അൺമ്യൂട്ട് ചെയ്തോ. ഇജാസേ, നല്ല മക്കളാണ്. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാത്തോർ തത്പ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിന് ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മാവ് വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിപ്പു ചിലർ. വിശ്രുതമയിൽ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായി അകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ, കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടയ്ക്കോതിനാൽ കുടുംബിനി, അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ് ഇജാസ്. ഇവൻ മുസ്ലിം അല്ലേ, ഹിന്ദു ആണെന്ന് തോന്നുന്നു. ഇവൻ രാമായണം വായിക്കുന്ന പോലെ വായിച്ചേ. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ശ്രേയ. ഓക്കെ, ശ്രേയ വായിച്ചോ. പാഠം 4.
അരി ഇല്ലാഞ്ഞിട്ട്. അപ്പാവം ജീവിച്ച നാൾ അവനെ. അയ്യോ ശ്രേയക്ക് നെറ്റ് പോയോ? ശ്രേയ ശ്രേയ നല്ലപോലെ വായിക്കാം. സമയത്താ പോയത്. നെറ്റ് പോയി തോന്നുന്നു. ശ്രേയ ഉപയോഗിക്കുന്ന വൈഫൈയാ. അതെ അല്ലേ? പക്ഷെ വൈഫൈക്ക് അങ്ങനെ നെറ്റ് ഒന്നും പോകാൻ സാധ്യതയൊന്നുമില്ല. ഓക്കെ ഫെയ്ത്ത്, എന്നാ ഫെയ്ത്ത് വായിച്ചേ, അപ്പോഴേക്കും ശ്രേയ വരും. ഞാൻ പറയാൻ വേണ്ടി വരും. ഫെയ്ത്ത് കൈവെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശ്രേയ പറയുന്ന സമയത്ത് തന്നെ. ആ പാവം ജീവിച്ച നാം നാളവനെ തുടയ്ക്കാത്തോർ പ്രാണനിടും. പാവം ജീവിച്ച നാൾ അവനെ ആ പാവം ജീവിച്ച നാം അവനെ തുണയ്ക്കാത്തോർ തത് പ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെപ്പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിനു ശേഷം മാലോകർ കീഷ്ടം ചേർപ്പു. മാവു വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ, മാവതും വിധവയെ ആശ്വസിപ്പിക്കുന്നു ചിലർ. വിശ്രുതമയൽ പ്രഭു ഗേഹത്താൻ കാരുണ്യത്താൽ കച്ചവാങ്ങുവാനുള്ള കാശു എത്തിച്ചേർന്നു. മുറക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായ കതെത്തി പെണ്ണിനോടോവം ചൊല്ലാൻ കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്ന ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ. കരയുന്നതിനിടെ ാൾ കുടുംബിനി അരിയുണ്ടെന്നല്ലുങ്ങനെ അന്തരിക്കുകയില്ലല്ലോ. വെരി ഗുഡ്. നെക്സ്റ്റ് ഷോൺ. ഞാൻ ഏറ്റവും ആദ്യം വായിച്ചത്. വായിച്ചാ? ഓക്കെ വെരി ഗുഡ്. അപ്പൊ എല്ലാരും വായിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നല്ലതുപോലെ വായിക്കുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചാൽ മിസ് അടുത്ത ആളെ പേര് പറയാൻ പോകുമ്പോ അവള് സ്ലിപ്പായി പോയി. ആര് പോയി? വർത്താനം അടുത്ത ആളുടെ പേര് പറയുമ്പോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് ആണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? എന്താണ് നോക്കിയേ? മാതൃക നോക്കി ഒരെണ്ണം കൂടി ചേർക്കുക. ഒരെണ്ണം കൂടി എഴുതുക. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പാവം. പ്ലസ് പാവം. ഇനി ഇപ്പണി എങ്ങനെയാണ് നിങ്ങള്? ഇപ്പണി എമ്മട്ട് പണി. എമ്മട്ട്. എ അധികം മട്ട്. എമ്മട്ട്. ഒന്നും കൂടി കൂട്ടിച്ചേർക്കണല്ലോ അതേപോലെ തന്നെ. ഒന്ന് പറഞ്ഞു തന്നെ. മിസ് ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞു മോനെ. മിസ് തേർഡ് ലെസണിൽ ക്വസ്റ്റ്യൻ ആൻസർ മിസ് എല്ലാ പാരഗ്രാഫ് തന്നെയല്ലേ തന്നെ? ഒരു പാരഗ്രാഫ് ഫുൾ അങ്ങനെ തന്നെയല്ലേ തരുന്നേ? അയ്യോ അങ്ങനെയല്ലല്ലോ, നമ്മൾ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം ഇല്ലേ മക്കളെ? ഞാനിങ്ങനെ അത് മനസ്സിലായി മിസ്സേ. ശ്രീദേവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ടീച്ചർ തരത്തില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ഗ്രാഫ് വെച്ചിട്ടല്ലേ? ഓക്കെ. എന്താ പറഞ്ഞ ശ്രീദേവ്? അല്ല മിസ്സേ, ഇത് ഇപ്പൊ മിസ് ഓരോ പാരഗ്രാഫ് വെച്ചല്ലേ തരുന്നേ? ഓരോ പാരഗ്രാഫ് അല്ലടാ, അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലേ എഴുതാൻ പറഞ്ഞുള്ളൂ.
അതിങ്ങനെ പാരഗ്രാഫ് നമ്മള് മാർക്ക് ചെയ്തില്ലേ? ആ മിസ്സേ, അതാ ഞാൻ പറഞ്ഞ അതൊരു പാരഗ്രാഫ് അല്ലേ? ആ പാരഗ്രാഫിൽ തന്നെയാ ഉണ്ടാവുക. പക്ഷെ ആ പാരഗ്രാഫ് എഴുതി വെക്കണ്ട. നമുക്ക് ആ ക്വസ്റ്റ്യന് മിസ് പറഞ്ഞു ഏകദേശം. അയ്യോ അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ ഞാൻ എഴുതരാം. മിസ് യൂട്യൂബ് ക്ലാസ് ഇട്ട് നോക്കി തന്നെ എഴുതിയേ. പക്ഷെ അത് ഒരു പാരഗ്രാഫാ മിസ് പറഞ്ഞേ. ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ ക്വസ്റ്റ്യന്? ഫുൾ ആയിട്ടില്ല, പക്ഷെ ഏകദേശം അത്രയുണ്ട്. ആ അങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണെന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയല്ല നിങ്ങൾ നമ്മളോട് തന്നെ കണ്ടുപിടിക്കാനല്ലേ മിസ് പറഞ്ഞു. അപ്പൊ നമുക്ക് ചെറുത് കണ്ടുപിടിച്ചൂടെ? അതന്നെ നിങ്ങള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? കുറച്ചധികം എഴുതാനില്ലായില്ലേ? മലയാളം കുറച്ച് വലുതായാലും പഠിക്കാനൊക്കെ ഉണ്ടാവും. 2ാം ക്ലാസ് പഠിക്കുന്നത്. അയ്യോ ആർക്കും കേൾക്കുന്നില്ലേ? ഇത് പിന്നെ എന്താ പറയാ, ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ എഴുതുന്നതാണെങ്കിൽ ചില സമയം നിങ്ങൾ ആൻസർ എഴുതുന്നു. മിസ് ഞാൻ മിസ്സിന് വാട്സപ്പില് പറയാം. ഇവിടുന്ന് എനിക്കും ക്ലിയർ ആവുന്നില്ല. ഒറ്റക്ക് എഴുതാൻ പറ്റുന്നില്ലേ മോക്ക്? നല്ല മോനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവന് ക്ലിയർ ആവുന്നില്ല. അവൻ ഇങ്ങോട്ട് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. വാട്സാപ്പിൽ നീ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ മിസ്സേ. അപ്പൊ ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞു തരും. നിങ്ങൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ആൻമേരി എന്നോട് 3ാമത്തെ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ ആയില്ലല്ലോ, 4ാമത്തെ അല്ലേ? ഏതോ ഒരാൾ എന്നോട് ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞതല്ലേ അംബേദ്കറിന്റെ പാഠത്തിന്റെ? എല്ലാം പറഞ്ഞതാണ് മിസ്സേ. ഇനി 4ാം പാഠത്തിന്റെ മാത്രം പറഞ്ഞാൽ മതി. 4ാമത്തെ പാഠത്തിന്റെ തരാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറിൽ ഉണ്ടാവണേ. മിസ് 27-ാം തീയതി ബുക്ക് കാണിക്കാൻ വരുമ്പോ മിസ് ഇപ്പം ഈ 4ാമത്തെ പാഠം കൂടെ എഴുതിയിട്ട് വരണോ? 4ാമത്തെ പാഠം എഴുതിയിട്ടും കുഴപ്പമില്ല. ഞാൻ ഇതുവരെ അതായത് 3 കംപ്ലീറ്റ് ആക്കിയാണ്. ഓക്കെ ഓക്കെ മിസ്. 4ാമത്തെ കംപ്ലീറ്റ് ആക്കുന്നവർക്ക് നല്ലതല്ലേ? ശ്രീദേവിന്റെ കംപ്ലീറ്റ് ആയി അല്ലേ? ശ്രീദേവ് എല്ലാരും എഴുതി വിടുന്നാണോ? മിസ്സേ അങ്ങനെ പറയരുത് മിസ്സേ. ശ്രീദേവ് എന്തെങ്കിലും നോട്ട് എഴുതി വിട്ടാൽ ഞാൻ എഴുതിയെന്ന് മിസ് മനസ്സിൽ കൂട്ടിയാൽ മതി. ശ്രീദേവ് ഒന്നിച്ചാണോ എഴുതിയത്? അതേ മിസ്സേ, എല്ലാ ദിവസവും ഞങ്ങള് രാത്രി ഇരിക്കാറുണ്ട് എഴുതാൻ. ഇതുണ്ടോ? അപ്പൊ ശ്രീദേവ് എന്നാ കുറച്ചുകൂടി അധികം എഴുതിയിട്ടുണ്ടല്ലേ ശ്രീദേവേ? ഇല്ലേ മിസ്സേ? ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എഴുതി. അതെയോ മിസ്സേ? പറഞ്ഞോ ഷോണെ. ഞാൻ മിസ്സിന് ഇന്ന് അയച്ചു തരാം. മിസ്സേ ആ 1ാം പാഠം വേറെ 2 ലൈൻ ബുക്കിൽ. ഹലോ മിസ്സേ? മിസ്സേ ഞാൻ 2 ലൈൻ ബുക്കിലുള്ള എല്ലാം കംപ്ലീറ്റ് ആണ്. 2 ലൈൻ ബുക്കിലെല്ലാം കംപ്ലീറ്റ് അല്ലേ? ഞാൻ കംപ്ലീറ്റ് ആണ്. ബാക്കിയുള്ളവർ കംപ്ലീറ്റ്. മിസ്സേ ഞാൻ ആദ്യത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വേറെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടായിരുന്നു മിസ്സിന് അയച്ചു തന്നത്. പക്ഷെ ആ പുതിയ നോട്ട്ബുക്ക് ഇല്ലായിരുന്നു. പക്ഷെ 2